തിരുവനന്തപുരം വല്യവേളി സ്വദേശിയായ സാംസണാണ് ഈ മനുഷ്യൻ. 35 വർഷമായി ആക്കുളം കായലിൽ നിന്ന് മത്സ്യബന്ധനം നടത്തി ഉപജീവനം കണ്ടെത്തുന്നു. എന്നും പുലർച്ചെ സുഹൃത്തിൻ്റെ വള്ളത്തിൽ മീൻ പിടിക്കാനിറങ്ങും. ഇപ്പോൾ ആമയഞ്ചൻ തോട്ടിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാൽ ആക്കുളം കായലിന് വല്ലാത്തൊരു ദുർഗന്ധമാണ്. വെള്ളം നാറാൻ തുടങ്ങിയ ശേഷം പലരും കായലിൽ ഇറങ്ങുന്നില്ല. മീൻ പിടിക്കാൻ സഹായത്തിനാകട്ടെ ചെറുപ്പക്കാരെ കിട്ടാനേ ഇല്ലെന്നാണ് സാംസന്റെ പ്രധാന പരാതി. എല്ലാം കായലിലാണ് കൊടുത്തിരിക്കുന്നത്. വെള്ളം ഓട മൊത്തം കായലിൽ കൊടുത്തിരിക്കുകയാണ്. കക്കൂസ് മാലിന്യം മൊത്തവും എല്ലാം എല്ലാം കായലിൽ കൊടുത്തിരിക്കും. അപ്പോൾ ഈ കായലിൽ പോണവരെന്തിനു ഒന്നും കിട്ടാതെ തിരിച്ചു വരികയാണ് മത്സ്യത്തൊഴിലാളികളെല്ലാം. എത്ര മത്സ്യത്തൊഴിലാളികളുണ്ടെന്ന് അറിയാം. കുടുംബക്കാരിവിടെ ഒരുപാട് കുടുംബമുണ്ട്. അവരെല്ലാം ഇപ്പം നിർത്തി മറ്റുള്ള ജോലിക്ക് പോവുകയാണ്. ഒരു വക കിട്ടാൻ നിവൃത്തിയില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. മക്കളെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ഇതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ കായലിൽ പോയി ഒന്നും കിട്ടായിരുന്നു നമ്മളെന്തോ ചെയ്യാൻ പറ്റും? കക്കയും കൊഞ്ചും ഞണ്ടും പിടിക്കാൻ കായലിൻ്റെ ആഴങ്ങളിൽ മുങ്ങാങ്കുഴിയിട്ട ചെറുപ്പകാലത്തെക്കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ സാംസന്റെ മുഖത്തെന്നും ആവേശമാണ്. എന്നാൽ ആക്കുളം കായലിൻ്റെ ജൈവഘടന ഒന്നാകെ അട്ടിമറിക്കപ്പെട്ടത് ആമയഞ്ചാൻ തോട്ടിൽ നിന്നെത്തുന്ന മാലിന്യമാണെന്ന് കണ്ടെത്തിയ ഗവേഷണങ്ങളെക്കുറിച്ചൊന്നും ഇദ്ദേഹത്തിനറിയില്ല. പക്ഷേ ഒന്നറിയാം, പണ്ട് കണ്ടിരുന്ന മീനുകളെ ഇപ്പോൾ കാണാനേ കിട്ടുന്നില്ല. കാലങ്ങളെ കായലിൽ തുഴയെറിയുന്ന ഈ മത്സ്യത്തൊഴിലാളിക്ക് ശാസ്ത്രമറിയില്ലെങ്കിലും പ്രായോഗിക ജ്ഞാനം ആവോളമുണ്ട്. ആക്കുളം പാലം ശരിയാക്കിയതല്ലാതെ അടിഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല അവർ. അത്രയും ഇറക്കിയ മണ്ണെല്ലാം അവിടെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടെ കോരി മാറ്റുകയാണെന്നുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കുന്ന കാര്യം നടക്കുന്നില്ല ഒന്നും. അല്ല അവരിറങ്ങി ബോട്ടിലിറങ്ങി ഒന്ന് നോക്കണം അങ്ങ് അറ്റം വരെ എന്തിനാണെന്നുള്ളത്. ബോട്ടിൽ കയറി നോക്കണം. ബോട്ട് അങ്ങോട്ട് പോകൂ. ആക്കുളം പാലം കഴിഞ്ഞ് പോകില്ല ബോട്ട്. അത്രയും രീതിയിൽ അടിഞ്ഞു കിടക്കുന്നത്. വേളിപ്പൊഴിയിൽ നിന്ന് കായലിലേക്ക് വെള്ളമിറക്കിയാൽ റെയിൽവേ പാലം കടന്ന് അല്പദൂരം കൂടി മുന്നോട്ട് മീൻ കിട്ടിയാലായി. അത് കഴിഞ്ഞാൽ ചീഞ്ഞു നാറുന്ന മണമാണ് കായലിൽ നിന്ന് സാംസൺ ചൂണ്ടിക്കാട്ടുന്നു. അവിടെ വലയെറിഞ്ഞിട്ടോ ചൂണ്ടയിട്ടിട്ടോ ഒരു കാര്യവുമില്ല. പാറയോട് ചേർന്ന് വല വലിച്ചു കെട്ടിയാണ് മീൻപിടുത്തം. കിട്ടുന്ന മീനിന് പലപ്പോഴും രുചിവ്യത്യാസവും ഉണ്ടാകും. തിരികെ പൊഴിയിലേക്ക് എത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം കെട്ടിവെച്ച വലയിൽ നിന്ന് ചവർ വാരി നീക്കുകയാണ് സുഹൃത്ത് ജോജി. കരിമീൻ വരെ കിട്ടിയിരുന്ന കായലാണ്. ഇപ്പോൾ തിലാപ്പിയ മാത്രമാണ്. വലയിൽ കുടുങ്ങിയ മീനുകൾ പലപ്പോഴും ചപ്പുചവറുകൾ നിറഞ്ഞ് വല കീറുമ്പോൾ നഷ്ടപ്പെടും. ടൂറിസ്റ്റിലുള്ള അഴുക്ക ചെത്തുന്ന പുല്ല് ചവറ് എല്ലാം കായലിലാണ് കൊണ്ട് ഇടുന്നത്. എല്ലാം കായലിട്ട് ഞങ്ങൾക്ക് വലയിടാൻ പറ്റുന്നില്ല. മുള്ള ചെടിയുണ്ടല്ലേ, മുള്ള ചെടിയും ബാക്കി മുള്ളും എല്ലാം കൊണ്ട് കായലിടുന്നതുകൊണ്ട് നമുക്ക് വലയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നഗരം പുറന്തള്ളുന്ന മാലിന്യവും വഹിച്ചെത്തുന്ന ആമയഞ്ചാൻ തോട്ടിലെ വെള്ളം വർഷങ്ങളായി വന്നടിഞ്ഞ് കായലിൻ്റെ ആഴം കുറഞ്ഞെന്ന് സംസ്ഥാന വെറ്റ്ലാൻഡ് അതോറിറ്റിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കായൽ അതീവ മലിനവുമായി. ഒരു വീണ്ടെടുപ്പ്, അതിനാണ് ആക്കുളം കായൽ കാത്തിരിക്കുന്നത്. ആമയഞ്ചാൻ തോട് കുറച്ചെങ്കിലും ശുദ്ധമായാൽ അത് ആക്കുളം കായലിൻ്റെ പുനർജനിക്ക് കുറച്ചൊന്നുമല്ല സഹായകമാകുന്നത്. ഇതിന് നഗരവാസികളൊന്ന് മനസ്സുവെച്ചെങ്കിൽ. ആക്കുളം കായലിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെ നിന്നോ നമ്മുടെ ഹൃദയത്തിൽ മർമ്മരമായി ഈ വാക്കുകളുമുണ്ട്. ആക്കുളം കായലിൽ നിന്നും ജി നന്ദൻ, ETV ഭാരത്, തിരുവനന്തപുരം.